റെഡിയായി, പതുക്കെ ഇറങ്ങുകയാണ്. ഞാൻ വേറൊരാളെ കൂടെ കാണിച്ചു തരാം. ഫുൾ സെറ്റായി ഞങ്ങൾ ഇറങ്ങുകയാണ്. എല്ലാം ഇത് കണ്ടോ, ഫുൾ സന്നാഹങ്ങളായിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഒരു ലോഡ് സാധനം വേണം. ഒറ്റ ദിവസമേ മാറി നിൽക്കുന്നുള്ളൂ, എന്നാൽ പോലും ഒരു കിടാറ സാധനമായിട്ടാണ് പോണത്. രണ്ടാൾക്കും ടാറ്റ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാളും എന്ത് എൻജോയ്മെന്റ് ആണ് നോക്കി. എവിടെയാ സാട്ടി പോണേ? അങ്ങനെ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ആൾ അത്യാവശ്യം ഹാപ്പിയാണ്. സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ യാത്രകൾ ഇഷ്ടമാകുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സ് കൂടെ കരുതുക എന്നതാണ്. ഇടയ്ക്ക് അവർ ക്രാങ്കി ആവുമ്പോൾ ആ സ്നാക്സ് കൊടുത്ത് അവരെ കുറച്ച് നേരം ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഓപ്ഷൻ ഉറക്കമാണ്. അതുകൊണ്ടൊരു ചെറിയ ബ്ലാങ്കറ്റും കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിളായി കിടക്കാൻ ഒരു ചെറിയ പില്ലോയും കൂടെ കരുതാറുണ്ട്. അതൊക്കെ ശരിക്കും ഉപകാരപ്പെടും. എനിക്ക് തോന്നുന്നത് അച്ഛനും അമ്മയും 2 കുട്ടികളും മാത്രമുള്ള കുടുംബങ്ങൾ പുറത്തേക്ക് യാത്ര പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ചുകൾ ഫേസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഈസിയായി മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പതുക്കെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പണി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് നമുക്ക് വരാം. ഓക്കെ, നമുക്ക് കോഫി കുടിക്കാം. അമ്മ കഴിച്ചാ? ഞങ്ങൾ എപ്പോൾ ഗുരുവായൂർ പോയാലും CS ഇളയതെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാറ്. ഏറ്റവും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബോറടിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ട്, അതുപോലെ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കുകയോ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് സംസാരിക്കുകയോ ചെയ്താൽ യാത്ര കുറച്ച് അവർക്ക് എൻജോയബിളായി മാറും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലെത്താറായി. ഹോട്ടലെത്തിക്കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നാളെയാണ് ചേച്ചിയുടെ ഡാൻസ് പ്രോഗ്രാം. സോ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോവുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ. ഹോട്ടൽ മുറി എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂം മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ആക്ച്വലി 4 പേർക്ക് കിടക്കാനുള്ള റൂമാണ്. ഞങ്ങൾക്കിത് ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും പോണതിന് മുന്നേ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ അവരെ കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം വിശപ്പൊന്നും ഉണ്ടാവില്ല, ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ശിവയിലേക്ക് കണ്ടു, തൊഴുതു, തിരിച്ചു വന്നു. ഉള്ളിൽ നമുക്ക് മൊബൈൽ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് ഉള്ളിൽ പോയൊന്നും ഒരു വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. ഞാൻ മൊബൈൽ കൊണ്ടുപോയില്ല, റൂമിൽ തന്നെ വെച്ചിട്ട് പോയി. അപ്പം ഇനി നെക്സ്റ്റ് ഞങ്ങൾ കുട്ടികളെല്ലാം കിടത്തി ഉറക്കി ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിച്ചിട്ട് ഞാനും ശങ്കൂസും കൂടെ ഒരു 1:30 ആകുമ്പോൾ ക്യൂവിൽ നിൽക്കാൻ പോവാണ്. രാവിലത്തെ നിർമ്മാലയം തൊഴാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ഓക്കെ, ബൈ.